നമ്മുടെ ഉടുപ്പിയിലുള്ള സെൻറ്റ് മേരീസ് ഐലൻഡ് കാണാനുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ നോക്കി നടക്കുകയാണ്. ഈ ഗാന്ധി പ്രതിമയുടെ ഇപ്പുറത്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ കാണാനുണ്ട്. നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഐലൻഡ് കാണാം, അവിടുത്തെ വിശേഷങ്ങളും കാണാം. ടിക്കറ്റ് കൗണ്ടറിൽ വന്ന ടിക്കറ്റൊക്കെ എടുത്തോ. 400 രൂപ ഒരാൾക്കാണ്. ഒരു 20 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉണ്ടോ സെൻറ്റ് മേരീസ് ഐലൻഡ് ബോട്ടിങ്, അതിൻ്റെ ഉള്ളിലാണ് വെയിറ്റിംഗ്. ഇവിടെ ബോട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്, ജെറ്റ്സ്കി അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഹായ്, നമ്മളപ്പോൾ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ബോട്ട് ഇങ്ങനെ ആടി ഒലഞ്ഞ് പോകുന്നുണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നിറച്ച് കുട്ടികളെ കൊണ്ടൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വൈബാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോവാം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. നമ്മുടെ ദ്വീപ് കാണാനുള്ള ആവേശത്തിലാണ് എല്ലാവരും. അങ്ങ് അകലെ ഒരു തുരുത്ത് കണ്ടു. അതാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇത്ര അകലെ നിന്ന് നോക്കുമ്പോൾ എന്തു ചെറിയൊരു സ്ഥലമാണ് അല്ലേ. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണേന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അതിശയം. എത്താറായിട്ടോ നമ്മൾ. ഏതാണ്ട് ചെറിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും തെങ്ങുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെന്തോ ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ പോലെയൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്നുള്ളത് നമുക്ക് ചെന്നിട്ട് കാണാം. ഓക്കെ, എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഊരി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ. എന്താ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട് കരയ്ക്ക്. ബോട്ടിന്നൊക്കെ ഇറങ്ങി ഇതാ സെൻറ്റ് മേരീസ് ഐലൻഡിൽ കാലത്തിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. പോവാം. ഇവിടുത്തെ കല്ലുകളൊക്കെ കണ്ടു. കുറേ കാലമായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് അടിച്ചടിച്ച് മിനുസായ പോലെ നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ? ഇതുവരെ ഇങ്ങനത്തെ ഒരു കല്ല് കണ്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ അടിപൊളി വൈബായിട്ട് അമ്മയും കൂടെ ഉണ്ട്. പുള്ളിക്കാരി ഈ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാഴ്ചയുടെ ഈ ലോകത്തെ വിസ്മയമൊക്കെ കണ്ട് പുള്ളിക്കാരി ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ആര് കണ്ടാലും അന്തം വിടുന്ന ടൈപ്പ് കാഴ്ചകളാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയണില്ല, കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഒരുപാട് കാഴ്ചകൾ നമ്മളെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ പോവല്ലേ. നമുക്ക് 1 മണിക്കൂറാണ് സമയം കേട്ടോ ഇവിടെ കറങ്ങാനായിട്ട്. നടന്ന് കണ്ടു തിരിച്ചു. രസമുണ്ട് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡിലെ ഈ പാറയൊക്കെ ഉണ്ടോ, ഇത് നമ്മൾ കൊത്തി വെച്ച പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലൊന്നല്ല, ഒറിജിനലാണ്. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം അടിച്ച് കയറി അതിങ്ങനെ മിനുസായിട്ടുള്ളതാണ്. ഉണ്ടോ, ഈ നേരെ മുമ്പിൽ നല്ലൊരു പാറക്കെട്ട് തന്നെയുണ്ട്. അതും ഇതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുക. യാത്രയുടെ ഒന്ന് തോന്നുന്നു ശബ്ദമൊക്കെ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. കട്ട ഇങ്ങനെ അടക്കി വെച്ച പോലെയാണ് കേട്ടോ ഇത്. ഭയങ്കര രസമുണ്ട്. കണ്ടോ? കണ്ടോ, നമ്മൾ മുറ്റത്ത് ടൈലടക്കി പതിച്ച പോലെയാണ് ഓരോ കല്ലുകൾ ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കണം. രസമുണ്ട് അല്ലേ. യാത്രയിൽ അമ്മയുണ്ട്. അപ്പോൾ അമ്മേനെ കഷ്ടപ്പെട്ട് ഒരു കല്ലുമ്മയൊക്കെ അതേ പാറക്കൂട്ടത്തിൽ കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പോൾ അതിന്മൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ്. അപ്പോൾ കുറേ കാഴ്ചകൾ വീണ്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ അമ്മയായിട്ടുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ബോട്ട് ഇറങ്ങിയിട്ട് ഇതാ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ എൻട്രിയാണ് ഈ വരുന്നത്. ഇപ്പോഴും അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചും കൂടി ഭംഗിയാക്കി വെക്കാനാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കല്ലുകൊണ്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ആൾത്താമസം ഉള്ളതായിട്ട് തോന്നില്ല. വളരെ ചെറിയൊരു ഐലൻഡാണ്. പിന്നെ ഇവിടെ കുടിക്കാൻ വെള്ളം, പപ്പായ, പഴം, പേരയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ, ഐസ്ക്രീം അതൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട് ഇങ്ങനൊരു കല്ല് കേട്ടോ, കരിമ്പിൻ ജ്യൂസ്. കരിമ്പിൻ്റെ ചണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് എന്തായാലും കിട്ടും.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ വെറുതെ വെച്ചിട്ടുണ്ട്. ബാത്റൂം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ ടോയ്ലറ്റ് പോയിട്ട് വരാം. അപ്പം ഇവിടെ വന്നാൽ ടോയ്ലറ്റിൽ പോകാനാരും വിഷമിക്കണ്ട, ടോയ്ലറ്റും ഉണ്ട് നമുക്ക്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഐലൻഡിൽ വന്നപ്പോൾ കണ്ടോ, ദേ ഒരു റോക്കറ്റ് പോവാണ്. കണ്ടോ, ഒരു റോക്കറ്റ് പോണത് ശരിക്കും കണ്ടായിരുന്നു. ഇപ്പോൾ അത് ആ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. സെൻറ്റ് മേരീസ് ഐലൻഡിനെ കുറിച്ചുള്ള ചെറിയൊരു കാര്യമാണ് ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദ ഐലൻഡ്സ് ഫോം വൺ ഓഫ് ദ 4 ജിയോളജിക്കൽ മോണുമെൻറ്റ്സ് ഇൻ കർണാടക സ്റ്റേറ്റ്. One of the 34 geological monuments of India declared by the Geological Survey of India in 2001. Important site for geotourism. ടൈമിംഗ് എന്ന് പറയുന്നത് ഫെറിയുടെ ടൈം 9 AM തൊട്ട് 5 മണി വരെയാണ്. ഐലൻഡ് ക്ലോസ്ഡ് ആണ് ടു വിസിറ്റേഴ്സ് ഡ്യൂറിങ് മൺസൂൺ സീസൺ. അതായത് മെയ് 15 തൊട്ട് സെപ്റ്റംബർ 15 വരെ ആരും ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഈ ഐലൻഡ് ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കുറച്ച് എമർജൻസി കാര്യങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട കുറച്ച് കോണ്ടാക്ട്സ് നമ്പർ ഞാൻ എന്താ ഇതിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ഇൻഫോർമേഷൻ വേണ്ടവർ ഈ ബാർകോഡ് സ്കാൻ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കുമോ, കർണാടക ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കുമോ. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, കണ്ടോ. നമുക്ക് തെങ്ങേറ് അറിയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കയറി തേങ്ങയൊക്കെ ഇട്ട് കരിക്കൊക്കെ കുടിക്കാൻ തോന്നുന്നു. ചിലപ്പോൾ പിന്നാലെ ആൾക്കാർ വന്ന് അടിയും തരും. എന്തായാലും കാഴ്ചകളൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാട്ടോ. ഉള്ള സ്ഥലം കുറച്ചാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർക്ക് വന്നാലും കണ്ടാലും ഇഷ്ടാവുന്ന രീതിയിൽ ഇങ്ങനെ ചെറിയൊരു കൂടാരം പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കാനും വെയിലുകൊള്ളാതെ നിൽക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ സജ്ജാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് ആടിക്കളിക്കാൻ ഊഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കിടക്കുന്നുണ്ട്. അതിലെ പോയാലും അങ്ങോട്ട് എത്തുന്നു തോന്നുന്നു. രസകരമായ ഒരു കാര്യം, നമ്മൾ ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്ത് കൂടെ വന്നാൽ അവിടേക്ക് എത്തും. ഒരു ടെൻഷനും വിചാരിക്കണ്ട കേട്ടോ, അതിനുള്ള സ്ഥലമാണ് ആകെ ഈ ദ്വീപിലുള്ളൂ. കണ്ടോ ഗൈസ്, ഞാൻ എൻട്രി ചെയ്യുന്ന ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതാ ആൾക്കാർ ഒരു പേടിയില്ലാണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവർ പോയിക്കോട്ടെ, ഞാൻ പോകുന്നില്ല. നിയമം തെറ്റിക്കാൻ ഞാൻ ആളല്ല. ഇവിടെ വന്നാൽ എത്ര വലിയവരും കൊച്ചു കുട്ടികളാവുന്നതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ കണ്ടത്. ഈ വഴി തന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു എൻട്രി ചെയ്ത പോയിന്റിലേക്ക് എത്തുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം നമുക്ക്. എന്തായാലും കണ്ട കാഴ്ചകളൊക്കെ അടിപൊളിയാണ് അല്ലേ, പറയാണ്ടിരിക്കാൻ വയ്യ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ മണലിൻ്റെ അവസ്ഥ. ഈ സെൻറ്റ് മേരീസ് ഐലൻഡിലെ കംപ്ലീറ്റ് കക്ക പൊടിഞ്ഞതാണ്. കണ്ടോ, ഇത് രസമല്ലേ കാണാനായിട്ട്, അടിപൊളി കാഴ്ചകൾ അല്ലേ. അപ്പോൾ എന്താ ഇവിടെ നിലത്ത് ഒക്കെ കക്ക പൊടിഞ്ഞതാണ്, മണലല്ല കാണുന്നത്, കംപ്ലീറ്റ് കക്ക പൊടിഞ്ഞത്. എന്ത് രസമല്ലേ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യണ്ട കേട്ടോ. ഈ സെൻറ്റ് മേരീസ് ഐലൻഡിൽ കണ്ട ഒരു തരം ചെടിയാണ്. അതുപോലെ ഇങ്ങനെ ഒരു ജാതി വെള്ള പൂവുണ്ടായിട്ടുണ്ട്. സ്മെല്ലൊന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഇച്ചിരി സ്ഥലമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓടി നടന്ന് അപ്പുറത്തേക്ക് എത്താം. ആളുകൾ നടന്നു പോയി എൻ്റെ കാൽപാദങ്ങൾ കാണാം കേട്ടോ. അത് നോക്കി ഇങ്ങനെ പോവുകയാണ്. എന്താണ് കാണാനുള്ളൊരു ഭംഗിയില്ലേ, ഈ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അത്രയും സൗന്ദര്യമാണ് കേട്ടോ ഇവിടെ നമുക്ക് നേരിട്ട് കാണാനായിട്ട്. അത് എത്ര കണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പ്രകൃതി ഭംഗിയുടെ ഈ പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഏറ്റവും കൂടുതൽ കന്നഡ സിനിമകളാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. നമുക്കൊരു ഡേ ഒക്കെ ഇവിടെ ഫുള്ളായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി വൈബാട്ടോ. പക്ഷേ നമുക്ക് 1 മണിക്കൂർ സമയമാണ് ആകെ ഇവർ തരണത്. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറി പൊക്കോളണം. നിറച്ച് കല്ലാണ്, നമ്മൾ നടക്കുമ്പോൾ നോക്കി നടക്കണം കേട്ടോ. അമ്മയ്ക്ക് ടെൻഷനായി വഴി തെറ്റിയാവുമെന്ന്.
തിരിച്ചിനി നമ്മളെ ഇറങ്ങിയോടത്തല്ലേ ഓടിപ്പോയി നോക്കിട്ട് വരട്ടെ. ഇപ്പം എനിക്കൊരു കൺഫ്യൂഷൻ, അങ്ങോട്ട് ഇനി കിടക്കാൻ പറ്റില്ലേ ആവും. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പാസേജ് അങ്ങോട്ട് കിടക്കാൻ ഇല്ലാത്ത പോലെ തോന്നുന്നു അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ എത്തിയിട്ടോ, വഴിയൊന്നും തെറ്റിയിട്ടില്ല. അപ്പം ഇനി ബോട്ട് വരാൻ കാത്തിക്കാണ്, ബോട്ടിൽ കയറാം. എന്തായാലും അടിപൊളി യാത്രയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഇവിടെ ഈ വഴി പോവുകയാണെങ്കിൽ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.